അപ്പോൾ നമ്മളിവിടെ ഏലാഞ്ചി തയ്യാറാക്കാനുള്ള മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഈ മൈദയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇത് ഏലാഞ്ചി തയ്യാറാക്കാനുള്ള ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവാണ്. അപ്പോൾ ഇതാ ഇങ്ങനെ ഇളക്കി നന്നായിട്ട് കലക്കിയെടുക്കണം. ഈ ഒരു ലൂസായിട്ടുള്ള പരുവത്തിൽ വേണം എടുക്കാനായിട്ട്. അപ്പം നമുക്കിനി ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കണം. അതിനായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് നെയ്യ് ചേർക്കണമെന്നുണ്ടെങ്കിൽ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. ചൂടാക്കിയെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ പഞ്ചസാര ഇതിലൊന്ന് അലിഞ്ഞ് ചേരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ തേങ്ങയുടെ നിറം മാറുന്നത് വരെ ഇതൊന്ന് ചൂടാക്കിയെടുക്കണം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ദോശ തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ചെറു തീയിൽ ദോശ നമുക്ക് ചുട്ടെടുക്കാം. ദോശ ഒരുപാട് ക്രിസ്പി ആയിട്ട് വരാൻ പാടില്ല, നല്ല മയത്തിൽ വേണം വരാൻ. അതിനാണ് ചെറു തീയിൽ ദോശ ചുടാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാ ഇങ്ങനെ ദോശ റെഡിയായി വരുന്നുണ്ട്. ഇനി ഇതൊന്ന് മറിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ദോശ രണ്ട് വശവും വെന്തിട്ടുണ്ട്. ഇനി അടുത്ത ദോശയ്ക്കുള്ള കൂട്ടുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അതിന് വേണ്ടുന്ന ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഈ ദോശ വേവുമ്പോഴേക്കും ഇതിൽ ഫില്ലിങ് നിറയ്ക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് നിറച്ച് കൊടുക്കണം. എന്നിട്ടിതാ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കാം. നല്ല ടൈറ്റിൽ വേണം മടക്കി കൊടുക്കാൻ. ഇങ്ങനെ ചുരുട്ടിയെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഏലാഞ്ചി തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ എളുപ്പമാണിത് തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ ഇതാ നമ്മുടെ മറ്റേ രണ്ടാമത്തെ ദോശയും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ച് കൊടുക്കാം. അപ്പോൾ ചെറിയ ചൂടിൽ തന്നെ അതൊന്ന് മടക്കി കൊടുത്താലാണ് അത് നല്ല മടങ്ങിയിട്ട് ഇരിക്കുള്ളൂ, അല്ലെങ്കിൽ അത് വിടർന്ന് വരും. അപ്പോൾ രണ്ടാമത്തെ ദോശയും റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഫില്ലിങ് നിറച്ച് കൊടുത്തിട്ട് വീണ്ടും അതുപോലെ തന്നെ ചുരുട്ടി കൊടുക്കാം. അപ്പോൾ ഇത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ ഇഷ്ടമാവും അവർക്ക്. പ്രത്യേകിച്ച് നല്ല മധുരമുള്ള ഒരു പലഹാരം ആയതുകൊണ്ട്, മാത്രമല്ല വളരെ എളുപ്പത്തിലും തയ്യാറാക്കാവുന്ന ഒന്നായതുകൊണ്ട് കുട്ടികൾക്ക് ഇത് വളരെ ഇഷ്ടമാവും. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ഫില്ലിങ് നിറച്ച് ചുരുട്ടിയെടുക്കാം. ഇതാ നമ്മുടെ ഏലാഞ്ചി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.